രാമായണമാസ നാലമ്പല തീർത്ഥാടനത്തിന് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദീപം തെളിഞ്ഞു. രാമായണം ധർമ്മരക്ഷയ്ക്കെന്ന് പുണർദം തിരുനാൾ നാരായണവർമ്മ. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ്, കൂടാതെ ആക്സസറീസും. 20 വർഷത്തെ സേവന പാരമ്പര്യം. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം. ധർമ്മത്തിന്റെ വിഗ്രഹമായ ശ്രീരാമന്റെ യാത്രയാണ് രാമായണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശിയും ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രസിഡന്റുമായ പുണർദം തിരുനാൾ നാരായണവർമ്മ പറഞ്ഞു. ഇന്ന് ഇപ്പൊ കർക്കിടക സംക്രമം കഴിഞ്ഞ ഈ മുഹൂർത്തത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഈ ക്ഷേത്രത്തിലെത്തി കർക്കിടക മാസത്തിലെ പുണ്യം ആയ ദശരഥപുത്രന്മാരുടെ നാലമ്പല തീർത്ഥാടന യാത്രയുടെ ആ തീർത്ഥാടനത്തിൻ്റെ ആ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് എനിക്കിങ്ങനെയൊരു അവസരം തന്ന ഇതിൻ്റെ കാര്യകർത്താക്കളോടുള്ള കൃതജ്ഞത ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തട്ടെ. വളരെ സന്തോഷമുണ്ട്. കാര്യം ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, കാരണം ഭഗവാന്റെ നാളും പുണർദമാണ്, എൻ്റെ നാളും പുണർദമാണ്. ഇന്ന് ഈ കർക്കിടകം ഇപ്പം നമ്മൾ സംക്രമ സമയം കഴിഞ്ഞു. ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് എനിക്കിവിടെ വന്ന് ദർശനം നടത്തുവാനും. ഞാൻ എറണാകുളം ജില്ലയിൽ ഇതുപോലെ നാലമ്പലത്തെക്കുറിച്ച് അധികം ധരിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ സുരേഷ് ജിയോടുത്ത് ചോദിച്ചിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ. ഞാൻ എല്ലാ അമ്പലങ്ങളിലൊന്നും പോയിട്ടില്ല, കുറച്ച് പരിചയക്കുറവുണ്ട്. ഈ നാലമ്പലത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ വടക്കുള്ള അമ്പലങ്ങളാണല്ലോ, നമ്മുടെ തൃപ്രയാറ്, അതാണ് കൂടുതലായിട്ട് പോപ്പുലർ. അതുപോലെ രാമപുരം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാലമ്പലം, നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള നാലമ്പലത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. എന്തായാലും നന്നായി. 2009 ഇത് തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ ഭക്തജനങ്ങൾ, നമുക്ക് അവർക്ക് സൗകര്യം, ഈ ശരിക്കും പറയുകയാണെങ്കിൽ രാമായണ മാസം തുടങ്ങുന്ന കർക്കിടകത്തിൽ നമ്മൾ ഈ 31 ദിവസവും രാമായണം വായിക്കുന്നതിൻ്റെ ആ ഒരു പുണ്യമാണ് നമ്മൾ ഈ 4 അമ്പലം കൊണ്ട് ദർശനം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കർക്കിടക ആ പുണ്യമാസത്തിൽ നമുക്കറിയാം, നമ്മുടെ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ രാമായണത്തിനോട് കൂടുതൽ, രാമായണം സൂര്യവംശജരായ നമ്മൾ ദശരഥ പുത്രന്മാരുടെ കഥകളാണ്. രാമായണത്തിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ധർമ്മത്തിൻ്റെ വിഗ്രഹമായ ശ്രീരാമൻ്റെ ആ യാത്രയാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും നമുക്ക് രാമായണം ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ ആ മാറ്റത്തിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ആണ്ടിൽ 1 മാസം മാത്രമാണ് രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. കൂടുതൽ ഭക്തജനങ്ങൾ, നമുക്ക് അവർക്ക് സൗകര്യം, ഈ ശരിക്കും പറയുകയാണെങ്കിൽ രാമായണ മാസം തുടങ്ങുന്ന കർക്കിടകത്തിൽ നമ്മൾ ഈ 31 ദിവസവും രാമായണം വായിക്കുന്നതിൻ്റെ ആ ഒരു പുണ്യമാണ് നമ്മൾ ഈ 4 അമ്പലം കൊണ്ട് ദർശനം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കർക്കിടക ആ പുണ്യമാസത്തിൽ നമുക്കറിയാം, നമ്മൾ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ രാമായണത്തിനോട് കൂടുതൽ, രാമായണം സൂര്യവംശജരായ നമ്മുടെ ദശരഥ പുത്രന്മാരുടെ കഥകളാണ്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ജില്ലാ നാലമ്പല തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷണമാണ് രാമായണത്തിലൂടെ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മുളക്കുളം ക്ഷേത്രോപദേശക സമിതിയുടെയും ജില്ലാ നാലമ്പല തീർത്ഥാടന സമിതിയുടെയും പ്രസിഡന്റ് എൻ രഘുനാഥ് അധ്യക്ഷനായി. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ഭാഗ്യം എന്ന് ഞാൻ കരുതട്ടെ. വളരെ പ്രസിദ്ധമായ നാലമ്പല പ്രദക്ഷിണവും അതിനുശേഷം വരുന്ന രാമായണ മാസാചരണവും ഭംഗിയായി നടപ്പാക്കുമ്പോൾ ഞാൻ 2-3 കാര്യങ്ങളെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന്, എന്താണ് ഈ നാലമ്പലത്തിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്. 2, രാമായണത്തിൽ നമ്മൾ പഠിക്കേണ്ട, രാമായണ മാസാചരണം നടക്കുമ്പോൾ പഠിക്കേണ്ട പ്രധാന പാഠങ്ങളേവ. ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹിന്ദുമത ക്ഷേത്രങ്ങളുടെ ഏറ്റവും ആദ്യത്തെ മാതൃക കണ്ടെത്തുന്നത് തുർക്കിയിലെ കരാളിത്തെപ്പി, ഗോപക്കിത്തെപ്പി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. 10,000 കൊല്ലം പഴക്കമുള്ള
അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ രൂപങ്ങളാണ് കിട്ടിയത്. യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ കുർസ്ക് മേഖലയിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് മഞ്ഞൊക്കെ മാറ്റി ചെല്ലുമ്പോൾ കിട്ടിയത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. 10,000 കൊല്ലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് നമ്മുടെ സനാതനത്തിൻ്റെ ക്ഷേത്ര സംസ്കാരം. അവിടെയാണ് കാസ്പിയൻ കടൽ ഉള്ളത്. കാസ്പിയൻ കടലിനൊക്കെ പേര് വരുന്നത് നമ്മുടെ പുരാണത്തിലെ കശ്യപ മഹർഷി അവിടെ താമസിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് കശ്യപ സാഗരം എന്ന് വിളിച്ച് അത് കാസ്പിയൻ കടലായി മാറിയത്. അവിടുന്ന് കശ്യപൻ യാത്ര ചെയ്ത് 2500 മൈൽ യാത്ര ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലെ കാശ്മീരിലെത്തി. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം കശ്യപമീർ, കശ്യപൻ താമസിക്കുന്ന മല എന്നാണ്. ഈ 10,000 കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്ര സംസ്കാരത്തിൽ വളരെ ഒരു നല്ല ഗ്രഡേഷനായിട്ടാണ് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യമുണ്ടായത് കാവാണ്. ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈശ്വരനെ സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. വൃക്ഷത്തിനോ ആ കാടിനോ യാതൊരു ഭംഗവും വരുത്താതെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഈശ്വര സങ്കല്പത്തിലെ പ്രതിഷ്ഠയ്ക്ക് പക്ഷിമൃഗാദികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ ആക്രമണം ബാധിക്കാൻ വേണ്ടി അതിന് ചുറ്റും ഒരു മതിൽ കെട്ടി അതിനൊരു മേൽക്കൂര ഉണ്ടാക്കി. അപ്പോൾ കാവ് കോവിലായി, കോവിൽ. പിന്നീട് ആ കോവിൽ അമ്പലമായി. അതായത് ഈശ്വര സങ്കല്പത്തിലിരിക്കുന്ന ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ കണ്ട് ഒരു വീടുണ്ടാക്കി വരാന്തയും ഗർഭഗൃഹവും ബെഡ്റൂമും ഒക്കെ സങ്കല്പിച്ചു. അതിന് ചുറ്റും ഒരു മതിൽ കെട്ടി സംരക്ഷിച്ചു. അപ്പോൾ കോവിൽ അമ്പലമായി മാറി. ആ അമ്പലങ്ങൾ ഒരു 1500 വർഷത്തിന് മുമ്പാണ് ക്ഷേത്രങ്ങളായി മാറുന്നത്. ക്ഷേത്രമാവുമ്പോൾ അതിനൊരു ഗോപുരം വേണം, അതിന് ഗർഭഗൃഹം വേണം, അതിന് ബലിത്തറ വേണം, അതിന് കൊടിമരം വേണം, അതിന് കൊടി വേണം. ഇങ്ങനെ 9ഓളം കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു അമ്പലം ക്ഷേത്രമാവുന്നത്. അപ്പോൾ എന്താണ് കാവ്? അതെങ്ങനെ കോവിലായി? കോവിലെങ്ങനെ അമ്പലമായി? അമ്പലം എങ്ങനെ ക്ഷേത്രമായി എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അമ്പലം വരുമ്പോൾ അവിടെ ഗൃഹസ്ഥാശ്രമിയായ, നിങ്ങളെ എന്നെയും പോലെ ഗൃഹസ്ഥാശ്രമിയായ ഒരു ഈശ്വര സങ്കല്പമാണുള്ളത്. അങ്ങനത്തെ 4 അമ്പലങ്ങൾ, ശ്രീരാമൻ ഭഗവാന്റെയും ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന പേരിൽ 4 പേരുടെയും പേരിൽ 4 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ആ ക്ഷേത്രങ്ങളെ കൂട്ടിയിണക്കുമ്പോഴാണ് 4 അമ്പലങ്ങൾ ഉണ്ടാവുന്നത്. തൃശ്ശൂരിൽ പ്രസിദ്ധമായ 4 അമ്പല പ്രതിഷ്ഠയുണ്ട്. അതുപോലെ ഒരു 4 അമ്പല പ്രതിഷ്ഠയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുണ്യം. ആ 4 അമ്പല പ്രതിഷ്ഠയിലെ 4 ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ആ പ്രയാണം പൂർത്തിയാക്കുമ്പോൾ ഒരു രാമായണ മാസം ആഘോഷിച്ചതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ഈ 10,000 കൊല്ലം പഴക്കമുള്ള വലിയ ആരാധനാ ശ്രേണിയുടെ ഭാഗമായി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്ഷേത്രവും അവിടുത്തെ 4 അമ്പല പ്രതിഷ്ഠയും നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും തരാൻ കഴിവുള്ളതായിരിക്കണം. ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി NR ജയപ്രകാശ് നമ്പൂതിരി, മേൽശാന്തി അരുൺ ശർമ്മൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മൾ എല്ലാ ദിവസവും ഗ്രഹങ്ങളിൽ സന്ധ്യാദീപം കൊളുത്തി നാമം ജപിക്കുന്നതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ നാമം ജപിക്കുന്നത് എന്തിനാണ് എന്ന് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തികളും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നമ്മളത് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. രാമായണ മാസത്തോടനുബന്ധിച്ച എല്ലാ ദിവസവും ഗ്രഹത്തിൽ സന്ധ്യാദീപം തെളിച്ച് നാമം ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ഗ്രഹത്തിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മന്ത്രജപേ ശക്തി കലയുഗേ എന്നാ പറയാം. ഈ കലിയുഗത്തിലെ ഏറ്റവും വലുതായിട്ടുള്ളത് മന്ത്രജപം തന്നെയാണ്. അതും സംഘമായിട്ടുള്ള മന്ത്രജപമാണെങ്കിൽ, വീട്ടിലുള്ള 5 പേരുണ്ടെങ്കിൽ ആ 5 പേര് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇനി പറഞ്ഞു വരുന്നത് കർക്കിടക മാസത്തെക്കുറിച്ചാണ്. കർക്കിടക മാസവും ഞാൻ ആദ്യം പറഞ്ഞു നിർത്തി, വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. 2, കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി രാമനാമം ജപിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, കർക്കിടക മാസം എന്ന് പറയുമ്പം നിറയെ ഈർപ്പം
തങ്ങി നിൽക്കുന്ന സമയമാണ്. ഈർപ്പം തങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയമാണ്. സാധാരണക്കാർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സമയം. പഞ്ഞക്കർക്കിടകം എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയാം. പഞ്ഞക്കർക്കിടകമൊന്നും അല്ല, അതൊരു വാമൊഴിയായിട്ട് മാത്രം വന്ന ഒരു വാമൊഴി മാത്രമാണ് പഞ്ഞക്കർക്കിടകം എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് തന്നെ പണ്ടുള്ള കൃഷിക്കാർക്ക് കൃഷി നടത്താനുള്ള ബുദ്ധിമുട്ട്, അതിനോടൊപ്പം തന്നെ സാധാരണക്കാരുടെ പണ്ട് കാലത്ത് സാധാരണക്കാരുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ആ കൃഷിക്കൊന്നും പോകാൻ പറ്റാതെ ആകുന്ന സമയത്ത് അവരുടെ വരുമാനം നിലച്ചു പോകുന്നു. അതൊക്കെ കൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വാമൊഴിയായിട്ട് ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറഞ്ഞത്. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ, സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ, ഈ ഈർപ്പമൊക്കെ കൂടുതലായിട്ട് തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അസുഖങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ പറയും, കർക്കിടകത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാ ആൾക്കാരും വീട് ശുദ്ധീകരിച്ചിടണം. ഒരു കസേര ഉണ്ടെങ്കിൽ ആ കസേര വരെ കഴുകിയിടണം എന്നാണ് പറയാ. ആ കസേര വരെ കഴുകിയിടണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കസേരയ്ക്കകത്ത് ചില സമയത്ത് പൂപ്പൽ പിടിച്ചിരിക്കും അല്ലേ? ഈ പൂപ്പല് അതൊരു ബാക്ടീരിയ ആയിട്ട് മാറുന്ന ഒരു മഴ പെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയ ഒന്ന് സ്പർശിക്കുകയും അത് വായിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പം വിരലൊക്കെ വായിലോട്ട് പോകും, അല്ലെങ്കിൽ ഭക്ഷണ സാധനത്തിനകത്തോട്ട് അകത്തോട്ട് വയറ്റിൽ ചെല്ലാനുള്ള സാധ്യത, അത് കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത. അപ്പം അതൊക്കെ കൊണ്ടാണ് പൂർവികരായിട്ടുള്ള ആൾക്കാർ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ, മിഥുനത്തിൻ്റെ അവസാനം തന്നെ ഗ്രഹം വീടും പരിസരം എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിടണമെന്ന് പറയുന്നത്. അങ്ങനെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ നാമജപം എന്ന് പറയുമ്പോൾ നമ്മൾ രാമ 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 എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലേ? ആദ്യമേ നമ്മൾ ആരാണ് ഈ രാമൻ എന്നറിയണം. ഈ രാമ 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 എന്ന് പറയുന്നത് നമ്മൾ ശ്രീരാമനെയാണോ പറയുന്നത്? വ്യാഖ്യാനങ്ങൾ പലതാണ്. വ്യാഖ്യാനങ്ങൾ പലതാണെന്ന് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ആചാര്യ സമൂഹം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ രാമ 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 എന്നുള്ള ആ ജപത്തിന് കൊടുത്തിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് തിരസ്കരിക്കാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു സമൂഹം ഒന്നിനെയും തിരസ്കരിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സംസ്കാരം. പല ആചാര്യന്മാരും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ സമൂഹം രാമ 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 എന്ന് പറയുമ്പോൾ രാമന്റെ അർത്ഥം എന്താ? രമയെ രമിപ്പിക്കുന്നവൻ. രാമൻ ആരാണ്? രമിപ്പിക്കുന്നവനാണ്. ആരെയാണ് രമിപ്പിക്കുന്നത്? രമയാണ്. ആരാണ് രമ? മഹാലക്ഷ്മിയാണ്. ശ്രീമൻ നാരായണ സ്വാമിയുടെ വാമമാണ് രമ. അപ്പം നമ്മൾ രാമ 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 എന്ന് പറയാം. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സ്റ്റീഫൻ, നാലമ്പല തീർത്ഥാടന സമിതി സെക്രട്ടറി PP സുരേഷ് കുമാർ, നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് KS ജയപ്രകാശ്, NR കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, എറണാകുളം ജില്ലാ നാലമ്പല തീർത്ഥയാത്രയ്ക്ക് നാലമ്പല സമിതി കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിലെല്ലാം വളരെ വിശദമായ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ വർഷം പതിവിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. പോരാതെ സർക്കാർ മന്ത്രി ഗണേഷ് കുമാറിനെ നമ്മൾ നേരിട്ട് പോയി കണ്ട് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ നിന്ന് എറണാകുളം നാലമ്പലത്തിന് സർവീസ് ഒരുക്കുവാൻ KSRTC തയ്യാറെടുത്തിട്ടുണ്ട്. അവരുടെ ഓൺലൈനിൽ അത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു സന്ദേശം ലഭിച്ചിരുന്നു. 20-ാം തീയതി മാവേലിക്കരയിൽ നിന്ന് ആദ്യ സർവീസ് ഇവിടെ എത്തുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. 40 പേരടങ്ങുന്ന ഭക്തജനങ്ങൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് വരുമെന്നുള്ള വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനൊരു കോർഡിനേറ്റർ തന്നെ സംസ്ഥാന തലത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും നമുക്കിത് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. വളർത്തിയെടുക്കേണ്ട ആവശ്യകത ഞാൻ പറയേണ്ടറിയാം. നമ്മുടെ വരും തലമുറ കുട്ടികളെല്ലാം പണ്ട് കർക്കിടക മാസത്തിൽ മടിയന്മാരായി വീട്ടിലിരുന്നു എങ്കിൽ അമ്മമാരും അച്ഛന്മാരും മനസ്സുള്ളവർ കൊച്ചുകുട്ടികളും രാവിലെ 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന വളരെ വലിയൊരവസ്ഥ നമുക്കറിയാവുന്നതാണ്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയെ കോർത്തിണക്കിയാണ് ജില്ലയിൽ നാലമ്പല തീർത്ഥാടനം. ന്യൂസ് ബ്യൂറോ, പിറവം.